പ്രഥമ ശുശ്രൂഷയിലൂടെ വയോധികന് പുതുജീവൻ നൽകി കോട്ടപ്പുറത്തെ കളരിക്കൽ വീട്ടിൽ രാധിക. കരിമ്പുഴ കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിലെ സ്ത്രീകളുടെ സംരംഭമായ വീട്ടിലെ ഊണ് കടയിലെ രാധികയുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് നാട്ടുകാരുടെ അഭിനന്ദന പ്രവാഹം. ശനിയാഴ്ച രാവിലെയാണ് കോട്ടപ്പുറം കുന്നക്കാട് കൂരങ്ങാട്ടിൽ അറുമുഖൻ എന്നയാൾ ഈ കടയിലേക്ക് ചായ കുടിക്കാനെത്തിയത്. കടയിൽ നിറയെ ആളുകളുള്ള സമയമായിരുന്നു. പെട്ടെന്നാണ് ഇയാൾ ഇരുന്ന സ്ഥലത്തു നിന്നും കുഴഞ്ഞുപോയത്. എല്ലാവരും സ്തബ്ധരായി നിന്ന സമയത്താണ് രാധിക ഓടി വന്ന് ഇയാളെ പരന്ന നിലത്ത് പിടിച്ചു കിടത്തി പൾസ് നോക്കിയത്. പൾസ് നിലച്ചതായി തൊട്ടറിഞ്ഞ ഉടൻ താൻ യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കിയ രീതിയിൽ CPR നൽകുകയാണ് ചെയ്തതെന്ന് രാധിക പറഞ്ഞു. 1 മിനിറ്റോളം നേരം ഇത് തുടർന്നപ്പോൾ ഇദ്ദേഹത്തിന് സ്വന്തം ജീവനാണ് തിരിച്ചു കിട്ടിയത്. രാവിലെ ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ കടയിൽ കഴിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ശാരീരിക അസ്വസ്ഥത തോന്നി. അപ്പൊ തലചുറ്റി വീഴുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം തറയിൽ നിവർത്തി കിടത്തി. അപ്പൊ തന്നെ ആള് തലചുറ്റി വീണായിരുന്നു. അപ്പൊ ഞങ്ങള് പ്രഥമ ശുശ്രൂഷ എന്ന നിലയ്ക്ക് CPR കൊടുത്തു. അപ്പോഴേക്കും പൾസും ഒക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോഴേക്കും ഒരു ഫിറ്റ്സ് പോലെ വന്നു. അപ്പൊ ആൾക്ക് യൂറിനൊക്കെ പോയായിരുന്നു. ഒന്ന് CPR ഒക്കെ കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആള് നോർമൽ ലെവലിലേക്ക് വരികയും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. വിവരമറിഞ്ഞ നാട്ടുകാർ ഒന്നടങ്കം രാധികയുടെ ധീരമായ ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ്. ട്രോമ കെയർ ടീം ജില്ലാ കോർഡിനേറ്റർ മണി ശ്രീലക്ഷ്മി, മീഡിയ കോർഡിനേറ്റർ രാജു കരിമ്പുഴ, ഹരികുമാർ ശ്രീകൃഷ്ണപുരം, മാധ്യമപ്രവർത്തകൻ രാജീവ് ശ്രീചിത്ര എന്നിവർ രാധികയെ ഷാൾ അണിയിച്ച് ആദരിച്ചു. ഇന്നത്തെ സമൂഹത്തിന് രാധിക വലിയൊരു സന്ദേശമാണ് നൽകിയിട്ടുള്ളതെന്നും സമൂഹത്തിലെ എല്ലാവരും ഇത്തരം പ്രഥമ ശുശ്രൂഷകൾ അറിഞ്ഞിരിക്കണമെന്നും വീടുകളിൽ ഒരാൾക്കെങ്കിലും ഇതിൽ കൃത്യമായ പരിശീലനം ലഭിച്ചിരിക്കണമെന്നും ട്രോമ കെയർ ജില്ലാ ടീം കോർഡിനേറ്റർ മണി ശ്രീലക്ഷ്മി പറഞ്ഞു. നമ്മൾ ഈ കോട്ടപ്പുറം ഭാഗത്ത് ആറ്റശ്ശേരി റോഡിലുള്ള വീട്ടിലെ ഊണ് എഴുതിയ കടയിൽ ചേച്ചിമാര് നടത്തുന്ന ഹോട്ടലിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും അതോടുകൂടി അവർക്ക് വേണ്ട അവർക്ക് CPR ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണം അതായത് നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ജീവൻ രക്ഷ. അപ്പൊ അത് അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രോമ കെയറിന്റെ ദൗത്യം. നമ്മളെ നാട്ടിൽ എല്ലാവരും ഓരോ വീടുകളിലും പഠിച്ചിരിക്കേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ് എന്നത്. ഫസ്റ്റ് എയ്ഡ് അവര് യൂട്യൂബിൽ നിന്നും മറ്റൊന്നും കിട്ടിയ അറിവ് വെച്ചിട്ടാണ് അവർ ഈ ഒരു കുഴഞ്ഞു വീണ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തത്. പക്ഷെ അദ്ദേഹം അത് മിനിറ്റുകൾക്കകം റിക്കവറായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അത് നമ്മുടെ നാടുകളിലെ ഒരു വലിയ ഒരു പ്രചോദനമായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം. എന്തായാലും എല്ലാ വീടുകളിലും ഇത്തരം CPR ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പരിശീലന നേടിയ ആളുകൾ ആരെങ്കിലും വേണം എന്നുള്ളതാണ് ട്രോമ കെയർ പറയുന്നത്. ട്രോമ കെയർ ഈ ഒരു അവസരത്തിൽ ഇവരെ നമുക്ക് ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് തന്നെ അഭിമാനമായി മാറിയ രാധിക ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഇനിയും കൂടുതൽ ആളുകൾ ഇത്തരം മേഖലകളിലേക്ക് വരാനും ഇതേമാതിരി സന്നദ്ധ പ്രവർത്തനം അതായത് ഒരാൾക്ക് ജീവൻ രക്ഷിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് നീങ്ങണം എന്നുകൂടെയാണ് ഈ ഒരു അവസരത്തിൽ ട്രോമ കെയർ അഭ്യർത്ഥിക്കുന്നത്.